ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലാണ് ഗായ്സ്. വീട്ടില് TV ഓഫ് ചെയ്തു നോക്കട്ടെ, അപ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പം TV ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് വീട്ടിലാണ് ഗായ്സ്. വീട്ടില് ഇന്ന് വൈകുന്നേരം സമയം എത്രയും 8 മണിയായി. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു കുട്ടി വ്ളോഗ്, ഒരു കുഞ്ഞി വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുവാണ്. ഇന്ന് ഉണ്ടാക്കണം. എന്താ സ്പെഷ്യൽ? എന്താ ചിക്കൻ ഫ്രൈ, നല്ല ബ്രിട്ടീഷ് ചിക്കൻ ഫ്രൈയും. പിന്നെന്താ ഉണ്ടാക്കണേ? മയണൈസ് ഉണ്ടാക്കാനുള്ളതാണോ? മയണൈസിനാണല്ലോ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഗൃഹത്തിൽ പുതിയൊരു ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ആളെ നമ്മൾ പരിചയപ്പെടുത്താനും, പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് ചിക്കൻ വറക്കുന്നതും, ചിക്കനും നമ്മൾ സുബേന്ന് ബ്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ. സുബേ മെട്രോ റോൾസ്, മെട്രോ ഇറ്റാലിയൻ റോൾ. ഇതും ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ മയണൈസും കൂട്ടിയാണ് നമ്മളിന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിനെ നമ്മൾ പരിചയപ്പെടുത്താം. അപ്പം ഇവനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന പുതിയ ആള്. സേ ഹായ്. ഇവന്റെ പേരാണ് കൂപ്പർ. എടുക്ക്. ഇതാണ് നമ്മുടെ ഇവനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന പുതിയ നമ്മുടെ ന്യൂ മെമ്പർ ഓഫ് ദ ഫാമിലി. ഗുഡ് ബോയ് ആണ്. അപ്പൊ ഈ ഡോഗ്, ഇവന്റെ പേര് കൂപ്പർ എന്നാണ്. അപ്പൊ ഇവൻ ഏത് ബ്രീഡാന്ന് അറിയാവുന്നവര് കമന്റ് ചെയ്യുക. ഇവൻ 9 weeks പപ്പിയാണ്. അപ്പൊ ഇവൻ ഏത് ബ്രീഡ് എന്ന് അറിയണവര് കമന്റ് ചെയ്യുക. കമന്റിൽ ഇവന്റെ കറക്റ്റ് ആയിട്ടുള്ള ബ്രീഡ് അറിയുന്നവർക്ക് നമ്മൾ ചെറിയൊരു സമ്മാനം നമ്മൾ അപ്പൊ നമ്മള് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അനുസരണുണ്ടല്ലേ? അനുസരണുണ്ടോ? അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കുവാണ് ഗൈസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരുന്ന സാധനമാണ് ചിക്കൻ ഫ്രൈയും. പിന്നെ എന്തായിരുന്നു? ബ്രെഡ് അല്ലേ? ബ്രെഡും. അപ്പൊ അതാണ് നമ്മുടെ പിന്നെ തണ്ണിമത്തനുണ്ട് ഗൈസ്. നമ്മൾ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പോ വാങ്ങിച്ചൊരു ചെടിയാണ്, ഡോബീസിന്ന് വാങ്ങിച്ചു. നല്ലൊരു, പിന്നെന്താ ചില സമയത്തേക്ക് നോണ പറയും. അപ്പൊ പറക്കമാം. വീടിന്റെ അകത്തൊക്കെ ഫുള്ള് ആദ്യം ഇരുന്നതിനേക്കാളും ഫുള്ള് ഇതൊക്കെ മാറി. ഇപ്പൊ ഫുള്ള് ഇവിടെ പട്ടിക്കൂടുണ്ട്. പിന്നെന്താ, TV ഒക്കെ ബെഡ്റൂമിൽ അവിടെ ആയിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. പിന്നെ അവന് ചോരത്തിപ്പാൻ വേണ്ടിയുള്ള സാധനങ്ങള്. അങ്ങനെ വീട് മൊത്തത്തിലൊരു ചേഞ്ച് വന്നു, ഡോഗ് വന്നേ പിന്നെ. അപ്പോൾ നമ്മൾ നീ പറയൂ, എന്തൊക്കെ മാറ്റങ്ങളാണ്? ലൈഫ് ബിസിയായി ഫുള്ള്. പണി പട്ടിനെ നോക്കുന്നു, എന്റെ കാര്യങ്ങൾ നോക്കുന്നു, നിന്റെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ പണി നോക്കുന്നു. ലൈഫ് ഒരു എൻഗേജ്ഡ് ആയോ? പണ്ടത്തെ റഫ് ഒരുമാതിരി അതെനിക്ക് ഇഷ്ടമായിരുന്നു പണ്ടത്തെ. ഇപ്പൊ പട്ടി ഒന്ന് പ്രശ്നമായെന്നാണ് പറഞ്ഞത്. ആണോ? പിന്നെ കൂപ്പറിൽ കണ്ട മറ്റുള്ള ഡോഗിൽ നിന്ന് ഇപ്പൊ കൂപ്പറിൽ കണ്ട വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. വീട്ടില് മൂത്രമൊഴിക്കും. പിന്നെ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക. വന്നിട്ട് ഇപ്പൊ 2 ആഴ്ച എടുത്തിട്ട്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ചെറിയ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണല്ലോ ഭയങ്കര സിക്കായ ആളാണ്. ഞങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞു. വയറ്റില് ടേപ്പും എന്തൊക്കെ സാധനങ്ങളുണ്ടാവും. അപ്പൊ അത് ഗുളിക അപ്പൊ അങ്ങനെ എന്താ അവന് ഗുളിക കാണിച്ചു കൊടുത്തപ്പോ അതൊക്കെ ഓക്കെ. ഇപ്പൊ ആള് തരൂ എനിക്ക് ജോലി തരുമെന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഫുൾ ടൈം പുള്ളിക്ക് അറ്റൻഷൻ വേണം. ഓടിട്ടല്ലേ അത് ഞാൻ റീലി കണ്ടപ്പോ അത് അതിന്റെ എനർജി ഇങ്ങനെ കളയണയാണ്. അതിന്റെ കുറെ എനർജി ഇല്ലേ, അതിൽ എനർജി വർക്ക്ഔട്ട് ചെയ്യണം. അതായത് കുറെ നേരം ഒരുപാട് സമയം നമ്മൾ വീട്ടിൽ അതിനെ ഒറ്റയ്ക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് ലോൺലിനെസ് ഫീൽ ചെയ്യുക. അത് നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യലെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നും ഒരാള് ചെറിയ അത് വരെയുണ്ട്. അതാണോ? അതങ്ങനെ കളയണെങ്കില് ഞാൻ കളടാ. നീ ഇതേ നിലത്തിറക്കണ കളാ. വാ വിളിച്ചോളാ.
ഇതൊക്കെയാണ് ഇപ്പത്തെ ടൈം പാസ്. അതാ പിന്നിലേക്ക് കിട്ടോ, കണ്ടോ? കാണുന്നുണ്ടോ? ദേടാ പല്ല് വെച്ച് കടിച്ചു.